ബൈജു കൊട്ടാരക്കര, അതായത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ ലഹരിയുടെ ഉപയോഗം വ്യാപിപ്പിക്കപ്പെടുകയും അതുപോലെ കുട്ടികൾ ഇതിന്റെ ഇരകളായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ വിപത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട സംഘടനകൾ, അതിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയാകട്ടെ, സംവിധായകരുടെ സംഘടനയാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഈ അമ്മ പോലെയുള്ള താരസംഘടനകളാകട്ടെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇതിന് മൂക്കുകയറിടണം. ഇത് സിനിമാ മേഖലയിലാണെങ്കിലും കൃത്യമായ നിരീക്ഷണം വേണം, പരിശോധനകൾ വേണം, നടപടികൾ വേണമെന്ന്. പക്ഷേ ലിബർട്ടി ബഷീറിനെ പോലെ ഒരാൾ, അദ്ദേഹം പറയുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാണ് സിനിമയിൽ എന്നാണ്. പക്ഷേ അതേസമയം അദ്ദേഹത്തെ പോലെ ഒരാൾ തന്നെ പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അവിടെ ഇത്തരം പരിശോധനകൾ വരുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ്. ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട നടന് എതിരെയാണ് ആക്ഷേപം ഉണ്ടാകുന്നതെങ്കിൽ, അയാളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നതാണ്. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലേക്ക് ഇതിൻ്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സിനിമാ സംഘടനകൾക്കും ഈ വ്യവസായത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ആത്മാർത്ഥമായ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഇതുപോലെയുള്ള ന്യായവാദങ്ങൾ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഗോപീഷൻ, ഈ സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് മലയാള സിനിമയിലെ ചില സംഘടനകൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നേരത്തെ ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ചു. ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണത്തെ മലയാള സിനിമയുടെ നഷ്ടം 1260 കോടി രൂപ. ഇനി റിലീസാവാനുള്ള സിനിമകൾ 420ഓളം സിനിമകൾ. ഇതിനകത്ത് ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവും അതേപോലെ MDMA-യും സ്റ്റാമ്പും ഒക്കെ ഉപയോഗിച്ച ആളുകൾ അഭിനയിച്ചിരിക്കുന്ന സിനിമകൾ നിരവധിയാണ്. നേരത്തെ ലൊക്കേഷനുകൾ കയറി പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഫെഫ്ക എന്ന സംഘടനയിലെ ജനറൽ സെക്രട്ടറിയായ B. ഉണ്ണികൃഷ്ണനാണ്. പരസ്യമായിട്ട് പറഞ്ഞു സിനിമ ഇൻഡസ്ട്രിയെ തകർക്കുകയാണെന്ന്. സിനിമ ഇൻഡസ്ട്രി തകർന്ന അപ്പോഴല്ല, ഇപ്പോഴാണ്. പക്ഷേ ആ ഫെഫ്ക ഇന്ന് ഈ രണ്ടുപേർക്കെതിരെ നടപടി എടുത്തു. ശ്രീ ബൈജു, ആ ഫെഫ്ക ഇന്ന് ഈ രണ്ടുപേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. എന്ത് നടപടി? അവരെ അതാണ് ഷൈൻ ടോം ജോക്കോയ്ക്ക് ഇന്നലെ ഗർഭാവകാശം ക്ഷമിച്ചല്ലോ. ഇന്നലെ അത് പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? ഇന്ന് ഇത് വീണ്ടും ഇവരെ രണ്ടുപേരെയും കൂടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. കാരണം ഇതിന്റെ പ്രധാന കാരണം ഗോപീഷൻ, നമ്മൾ പറയുന്ന ഇതല്ല. ഇതിന്റെ പ്രധാന കാരണം മലയാള സിനിമയിലേക്ക് ഒഴുകുന്ന ലഹരി മാഫിയ തന്നെയാണ്. ഇതിലേക്ക് പണം ഒഴുക്കുന്ന ആളുകൾ തന്നെയാണ്. 3-4 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കണമെങ്കിൽ അവർക്ക് ആ പണം പോട്ടെ എന്നാണ് അവർ വെക്കുന്നത്. പക്ഷെ അവർക്ക് ആ 4 കോടിയല്ല, അപ്പുറത്ത് 40 കോടിയുടെ ലഹരി അവർക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള നിർമ്മാതാക്കളെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പല ആൾക്കാർക്കും അതിന് എന്താണ് ആ റൂട്ടിലേക്ക് ആരും ചിന്തിക്കാത്തതാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എക്സൈസുകാർ പറയുന്നു ഞങ്ങൾ പിടിച്ചു. എന്ത് പിടിച്ചു? പണ്ടൊരു മന്ത്രിയുടെ തിരുവനന്തപുരത്ത് നിന്ന് രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ. മന്ത്രി ഒരു ഫ്രഞ്ച് പൗരന്റെ ഷഡ്ഡിക്കുള്ളിൽ ലഹരി ഉപയോഗിച്ച് ലഹരി കടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഹൈക്കോടതി വന്നപ്പോൾ വെറുതെ വിട്ടു. വെറുതെ വിട്ട എങ്ങനെയാ? ഇത് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി കസ്റ്റോഡിയനായിരിക്കുന്ന സാധനം കോടതിയിൽ നിന്ന് അടിച്ചു മാറ്റി അത് ചെറുതാക്കി 2 വയസ്സുള്ള പിള്ളേർക്ക് ഇടാൻ പറ്റാത്ത ഷഡ്ഡിയാക്കിയിട്ട് അത് കൊടുത്തു. അങ്ങനെ ആ കേസില്ലാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന പല സാധനങ്ങളും എക്സൈസുകാർ ഇത് പിടിച്ചു കഴിയുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണത്. അതിനുപോലും ഷൈൻ ടോം ചാക്കോയെ ഹൈക്കോടതി വെറുതെ വിട്ടപ്പോൾ പോലീസിനെയും എക്സൈസിനെയും നിശിതമായി വിമർശിച്ചത് ജഡ്ജ്മെന്റിലുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇത് കൊടുക്കുമ്പോൾ ഇവരിത് പിടിക്കുമ്പോൾ ഈ 1/2 കിലോയും 1 കിലോയും ഒക്കെ പിടിച്ചാൽ ചിലപ്പോൾ 2 ഗ്രാം 1 ഗ്രാമൊക്കെ എഴുതി വെക്കും. ഈ ബാക്കി സാധനം ഇവർക്ക് തന്നെ മറിച്ച് വിറ്റിട്ട് പണം വാങ്ങുന്നു എന്നൊരു വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം ഈ എക്സൈസ് വകുപ്പിനെ കുറിച്ച് ഇപ്പോഴുണ്ട്. അത് പല സ്ഥലങ്ങളിലും. എന്നിട്ട് മാസപ്പിരിവും ആഴ്ചപ്പിരിവും നടത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സിനിമയിലേക്ക് വരുമ്പോൾ കോടികളുടേതാണ് ആ വരുമാനം. അത് മാത്രമല്ല 26-ാം തീയതി ശ്രീ മനോജ് എബ്രഹാം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു മലയാള സിനിമയിലെ സംഘടനകളെയൊക്കെ ചേർത്ത്. ആ മീറ്റിംഗ് ഇപ്പൊ ഇല്ല. കാരണം എന്താ? മനോജ് എബ്രഹാമിന് അറിയാം ഈ ആരൊക്കെയാണ് ഇതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നുള്ളത് വളരെ വ്യക്തമായി. ഈ ലഹരി കേന്ദ്രങ്ങളെ കുറിച്ചും സംഘങ്ങളെ കുറിച്ചും ഒക്കെ ഒരു ലിസ്റ്റ് പോലും ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനകളുമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനോജ് എബ്രഹാം ആ സ്ഥാനത്ത് നിന്നേ പോയി. ഇന്നലെ അദ്ദേഹം വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇതുപോലെ തന്നെയായിരുന്നു. വിചാരണ തുടങ്ങുന്നതിന്റെ തലേ ദിവസം ADGP ശ്രീജിത്ത് അവിടെ ഒന്നും പോയി. അപ്പൊ ഇത് ആരും അറിയാഞ്ഞിട്ടാണോ? ഷൈൻ ടോം ചാക്കോ അയാളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ, ഒരു പ്രമുഖ നടനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കും എന്ന് പറഞ്ഞ് മുമ്പേ ഒരു എറിഞ്ഞു എന്ന് ഞാൻ 24 ചാനലിൽ അന്നേ ദിവസം തന്നെ പറഞ്ഞു. ഗോപീഷ് ഓർമ്മ കാണും. ആ മുമ്പേ അദ്ദേഹം എറിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ, അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഊരിപ്പാവന്റെ വഴിയായിരുന്നു. അത് എറിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ
ഈ ആശാന്മാരെല്ലാം കൂടെ ചേർത്ത് അവൻ ക്ഷമിച്ചു, പുള്ളിയെ വെറുതെ വിട്ടു. നിർമ്മാതാവിനെ ഫെഫ്കയിലേക്ക് വിളിച്ചു വരുത്തി അയാളെ കൊണ്ടും പത്രസമ്മേളനം നടത്തി. അങ്ങനെ ഷൈൻ ടോം ജോക്കോയ്ക്ക് ശാപമോക്ഷം കൊടുത്ത് അയാൾ പോയി. ഇതാണോ സിനിമ? ഞാൻ ചോദിക്കുന്നത് ഇതാണോ? ഇതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇതിനകത്തേക്ക് ഒഴുകുന്ന കോടികളുടെ കണക്കുകൾ മാത്രമാണ്. അങ്ങനെ ലഹരി മാഫിയയുടെ ശിഖരങ്ങൾ, അതിന്റെ വേരുകൾ സിനിമാ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അത് കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സായി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ ഈ സംഘടനകളൊക്കെ അപ്പോൾ നോക്കുകുത്തികളായിട്ട് ഇരിക്കുകയാണെന്നാണോ? ഇപ്പോൾ ജോർജ് ജോസഫ് സാർ പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് ഈ സംഘടനകളൊന്നും പറഞ്ഞാൽ ഇവരൊന്നും കേൾക്കില്ല, അവരൊന്നും നിയന്ത്രിച്ച് നിർത്താനോ വരുതിയിൽ നിർത്താനോ ഈ സംഘടനകൾക്ക് ആവതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണോ താങ്കൾ കരുതുന്നത്? അതോ ഇതെല്ലാവരും കൂടെ ചേർന്ന് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണോ ബൈജു കൊട്ടാരക്കരയുടെ ആക്ഷേപം? കാരണം ഇപ്പൊ ഈ കേസുകളൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഇവർ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ പറയുന്നത് ഞങ്ങളിത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നാണ്. പിന്നെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാകുന്നത് ഇവർ മാത്രമല്ല, ചില കൊമ്പത്തിരിക്കുന്ന നടന്മാരൊക്കെ തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച വരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ നിരീക്ഷണ സംവിധാനത്തിനകത്തുണ്ടാകുമല്ലോ. എക്സൈസിന് കൃത്യമായി കാര്യങ്ങൾ കിട്ടാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്നിട്ടും അവർ ആക്ഷൻ എടുക്കാത്തതിന് കാരണം അതിനെ തടഞ്ഞു നിർത്തുന്ന എന്തോ ഒന്ന് സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ ബൈജു കൊട്ടാരക്കര പറയുന്നത്? തീർച്ചയായിട്ടും ഗോപീഷൻ, അത് ജോർജോ സാറിന് ചില കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് അറിയാൻ മേലാതിട്ടാണ്. കാരണം ജോർജ് സാർ അതിനകത്തൊരു ഒരു കാര്യമുള്ളത്, ഈ സംഘടനകൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് താങ്കൾ പറയുന്നു. അത് കള്ളമാണ്. കാരണം കള്ളമല്ല, അത് അറിയാൻ മേലാതിട്ടൊരു കാര്യമാണ്. കാരണം ഈ സംഘടനകൾ വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഈ ലഹരി ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ, ഇത് ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. 100-120 ആളുകൾ ജോലി ചെയ്യുന്ന ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാം ഇത് ആരാണ് ഉപയോഗിക്കുന്നതെന്നും ആരാണ് വിപണനം നടത്തുന്നതും ഒക്കെ മിക്കവാറും ആൾക്കാർക്കെല്ലാം അറിയാം. ഇവരെല്ലാം ഓരോ സംഘടനയുടെ കീഴിലുള്ള ആളുകളാണല്ലോ. ഇത് ഇവരറിയാമെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ സിനിമയിൽ സഹകരിപ്പിക്കില്ല. ഇത് പരസ്യമായിട്ട് പറയേണ്ട, വിലക്കണ്ട, അവരെ വിളിക്കാതിരുന്നാൽ മതി. നേരത്തെ നമ്മുടെ അഭിലാഷ് പിള്ള പറഞ്ഞതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകൾ ഇനി ഒരു കാരണവശാലും ഇവരെ ആരെയും സഹകരിപ്പിക്കില്ല എന്ന് പറയുന്നത് ചങ്കൂറ്റത്തോടെയാണ്. അങ്ങനെ ചങ്കൂറ്റത്തോടെ പറയാൻ വേണ്ടി ഒരു 10 പേര് മുമ്പോട്ട് വരാമെങ്കിൽ ഇത് തിക്കും. അത് സംഘടനകളാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫെഫ്കയും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ചേംബറും ഒക്കെയാണ് ചെയ്യേണ്ടത്, മാക്ടേവും ഒക്കെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ഇനി ഇത് ഉപയോഗിക്കുന്ന ആളുകളെ ഞങ്ങൾ സിനിമയിലേക്ക് വിളിക്കില്ല. അവർ വേണ്ടതേ അവൻ എത്ര വലിയ ഓസ്കാർ അവാർഡ് ജേതാവായാലും അവനെ വിളിക്കരുത്, അതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ വിപണനം നിൽക്കും. വിപണനം നിന്നാൽ ഇതിന്റെ ഉപയോഗവും കുറെയെങ്കിലും കുറയും. അല്ലെങ്കിൽ ഇതെല്ലാ കാലത്തും ഇത് പൊക്കൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഷൈൻ ടോം ജോക്കോയെ അന്ന് വിലക്കിയപ്പോൾ സോഹൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യണമായിരുന്നു ഇവരുടെ ഡേറ്റ് വെച്ചിട്ട്, ശ്രീനാഥ് ബാസിയും ഷൈമിനെയൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് അന്നും ക്ഷമിച്ചു, ആശാമാരി ക്ഷമിച്ചു, വീണ്ടും സിനിമയിലേക്ക് അഭിനയിപ്പിച്ചു. എന്തുകൊണ്ടാണ്? ഫെഫ്കയുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്ന സോഹന്റെ പടത്തിലേക്ക് അഭിനയിക്കണം. അതുകൊണ്ടാണ് അവരെ വീണ്ടും കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത്. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ. വീണ്ടും വന്നു, 3-ാം നിലയിൽ നിന്ന് എടുത്തിയാടുന്നു, പൊള്ളാച്ചിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വിൻസി അലോഷ്യസിനെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിക്കുന്നു. എന്തെല്ലാം നാടകങ്ങളാണ്! വിൻസി അലോഷ്യസിനെ വിളിച്ചു വരുത്തിയിട്ട് അതിനെ കോംപ്രമൈസ് ചെയ്യിക്കുന്നു. ഒന്നുകിൽ വിൻസി അലോഷ്യസിനെ, ഞാനന്ന് പറഞ്ഞു, ഒന്നുകിൽ വിൻസി അലോഷ്യസിനെ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾക്ക് ഇനി മേലാൽ സിനിമ കൊടുക്കില്ല, അവർക്കിനി സിനിമയേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് കാണും. അങ്ങനെയാണ് ആ വിൻസി പോലും ഇതിന് എന്താ പറയാ, ഒരു കേസ് പോലും കൊടുക്കാതെ പിന്മാറിയത്. കൂട്ടത്തിൽ അഭിനയിച്ച പെൺകുട്ടികൾ പറഞ്ഞില്ലേ, സംസാരിക്കുമ്പോൾ ഇയാളുടെ വായിൽ നിന്ന് ഒരു വെള്ളപ്പൊടി വീഴുമെന്ന്. എന്താ, ഗ്ലൂക്കോസ് ആയിരുന്നു? അറിയാമേ ചോദിക്കാണ്, ഗ്ലൂക്കോസ് ആയിരുന്നു വെള്ളപ്പൊടി വീണുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതൊന്നും അല്ല. ഈ സിനിമയിലേക്ക് കോടിക്കണക്കിന് രൂപ വരും സിനിമ നിർമ്മിക്കാനായി. ആ നിർമ്മിക്കാൻ ആകെപ്പാടെ 4-5 കോടി രൂപ മതി. അതിന്റെ ഫലം ഇവർക്ക് എല്ലാവർക്കും കിട്ടും. പക്ഷേ അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ 4 കോടി മുടക്കിയാൽ 40 കോടിക്ക് ഇവിടെ ഹൈബ്രിഡ് കഞ്ചാവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തസ്ലീമയുടെ ഇന്ന് 2.5 കോടിയുടെ കഞ്ചാവ് മേടിക്കാമെങ്കിൽ ഇനി ബാക്കിയുള്ള എത്രയോ കിലോയും എത്രയോ MDMAക്കൊക്കെ എത്ര 8,000 രൂപ 10,000 രൂപയൊക്കെയാണെന്ന് പറയുന്നത് ഒരു ഗ്രാമിന്. അതൊക്കെ കിലോ കണക്കിന് കൊണ്ടുവന്ന് വിറ്റാൽ എത്രയോ കോടി രൂപയാണ് ഇവർക്ക് ലാഭം. അപ്പൊ അതുകൊണ്ട് ഇവരിതൊരു വലിയ ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.